ഇപ്പം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ്, അതായത് ഗ്യാങ്ങിനോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാനൊരു തീരുമാനം എടുക്കും. കാരണം ഞാനിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഇല്ല, അങ്ങനെയല്ല. മീൻസ് ഞാനിപ്പം ആ വീട്ടിലുള്ള 8 പേരെയും മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല. നിങ്ങൾ ശരിക്കും എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. ഫാമിലി പോലെയാണ്. കാരണം നമ്മൾ ഇവിടെ കൊച്ചിയിലൊരു വീട്ടിൽ പ്രോപ്പർ ഒരാൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു, ഒരാൾ ഇപ്പുറത്തുനിന്ന് അടുത്ത പണി എടുക്കുന്നു, ഞാനവിടെ നിന്ന് സ്ട്രീം ചെയ്യുന്നു. മീൻസ് അവിടെ ഒരു ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരാൾ തുണി അലക്കുന്നു, മനസ്സിലാവും. ഒരു ഫീമെയിൽ അവിടെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു ഫാമിലി പോലെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ തൊപ്പി പറഞ്ഞല്ലോ, അപ്പം സ്ട്രീമിംഗ് ഒക്കെ നിർത്തി കഴിഞ്ഞ് ഒരു മാസം വെയിറ്റ് ചെയ്തു, 2 മാസം വെയിറ്റ് ചെയ്തു, 6 മാസം വെയിറ്റ് ചെയ്തു വീട്ടിൽ നിന്ന് കോള് വരും എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടായിരിക്കും ലൈക്ക് തൊപ്പി അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചു? ഞാൻ വിളിക്കലുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ അനിയനാണെങ്കിലും, അനിയൻ മുന്നേ ഭയങ്കര ഇതായിരുന്നു, മൊടയായിരുന്നു. പക്ഷെ ഇപ്പം അനിയനായിട്ട് നല്ല, അനിയൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമ്മൾ സംസാരിക്കലുണ്ട്. പിന്നെ വീട്ടുകാർ കുഴപ്പമില്ല, സംസാരിക്കും, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉപ്പാനായിട്ട് മിണ്ടിയോ? അതൊരു അതെനിക്ക് ഉപ്പയായിട്ടുള്ള ഒരിക്കലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയല്ല ഓക്കെ, പക്ഷെ ഉമ്മയായിട്ട് പോലും ഒരു പരിധി വരെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും. ഉപ്പയായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എത്രയോ വർഷം, കുറേ വർഷമായി. ഇതിപ്പോൾ എനിക്ക് തന്നെ മറന്നുപോയി, ഇതെപ്പോൾ തുടങ്ങിയതാ എനിക്ക് തന്നെ മറന്നുപോയി. കാരണം സൗണ്ട് തന്നെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ സൗണ്ട് തന്നെ മറന്നുപോയി പുള്ളീൻ്റെ. കാര്യം അത്രയും കാലമായി സംസാരിച്ചിട്ട്, മനസ്സിലാവും. പണ്ട് ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്. എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ പറ്റിയൊരു മിസ്റ്റേക്ക്, ഒരു മണ്ടത്തരം, അതിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അതിന് ശേഷം ഇതുവരെ അത് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ അത് ശരിയാവും, ഇൻഷാ അല്ലാ സെറ്റാവും. തൊപ്പി ശ്രമിക്കാറുണ്ടോ വിളിക്കാനും? ഞാൻ ശ്രമിക്കാത്തത്, ഞാൻ മാക്സിമം എൻ്റെ എല്ലാം എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് എല്ലാം മാക്സിമം ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. ഓക്കെ. അപ്പം നമ്മൾ തൊപ്പിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി ലൈക്ക് ഉമ്മാൻ ഒരുപാട് സ്നേഹിക്കുന്ന മോനാണെന്നൊക്കെ. അപ്പം ഉമ്മാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്? ഇതിനെങ്കിലും ഇമോഷണൽ ക്വസ്റ്റ്യൻസ്. ഉമ്മാനെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മാനെ കാണലുണ്ട്. ഞാൻ ഉമ്മാനെ ഇപ്പം ഒരു 4 ദിവസം മുന്നേ വരെ കണ്ടതാണ് ഞാൻ. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ വീട്ടിൽ ആരും അറിയാണ്ട് പോയി ഉമ്മാനെ കാണും, തിരിച്ചു വരും. അങ്ങനെ പൊതുവെ ഞാൻ അങ്ങനെ ഒരു മാസത്തിലൊരിക്കുക, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കുക, ചിലപ്പോൾ 3 മാസത്തിലൊരിക്കലായിരിക്കും. ഇപ്പം ലാസ്റ്റ് കണ്ടത് ഒരു 4 ദിവസം മുന്നേ, എത്രയായി, 4-5 ദിവസം മുന്നെയാണ് അവസാനം കണ്ടത്. അതൊരു കല്യാണത്തിൻ്റെ ഇടയിലാണ് കണ്ടത്. കാരണം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണം. പക്ഷെ എന്നെ വിളിച്ചില്ല. മീൻസ് ഞാനുമായിട്ട് ഇതില്ല, എല്ലാവർക്കും ഫാമിലിക്കാർക്കും അങ്ങനെ അവരിത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ട്, എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഓൾക്ക് ഭയങ്കര ഇതായി, എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി അവൾക്ക്. എനിക്കറിയില്ല ഇന്ന് കല്യാണം, ഞാൻ ഉമ്മാനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പറയുന്ന അവിടെ കല്യാണം, കസിൻ്റെ കല്യാണം, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞാനവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് അവിടെ ഈ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ രാവിലെ നിക്കാഹായിരിക്കും. നിക്കാഹിന് ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണ വീട്ടിലുണ്ടാവും. അപ്പോൾ ആണുങ്ങളെല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാവരും പോയി, എൻ്റെ കാർഡോർ മാറും ഇങ്ങനെ, മനസ്സിലാവും, ഇപ്പം കാർഡോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ആരും കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട്, എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വന്നു. കാരണം വെച്ചാൽ അവരൊക്കെ ഹാപ്പിയാണോ ചെയ്യുന്നതിൽ? എങ്ങനെ അല്ല, ഇപ്പൊ തൊപ്പി ചെയ്യുന്നതിൽ അവരൊക്കെ ഹാപ്പിയാണോ പെങ്ങന്മാർ? കാരണം ഇപ്പം എത്രയോ പേരാണ് തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്, എത്രയോ ആൾക്കാർക്കാണ് തൊപ്പി ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള. ലൈക്ക് ഇപ്പൊ തൊപ്പി എനിക്ക് തോന്നുന്നു സ്ട്രീമിംഗ് ആണെങ്കിൽ ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് അത്രയും അറിയത്തില്ല സ്ട്രീമിംഗ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് അത്. ലൈക്ക് അതിനകത്തുനിന്ന് ഇത്രയും ലൈക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എത്രയോ പേരെ തൊപ്പീനെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ POVയിൽ ചിന്തിക്കുന്നുണ്ടാവും.
നമ്മുടെ നാട്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫെയിം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ലാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി മാത്രമല്ല, നമ്മുടെ നാട്ടിലെന്നല്ല, ആ മലബാർ ഏരിയയിലെല്ലാം കുറേ ഫാമിലീസ് അങ്ങനെ ഓർത്തഡോക്സ്, എക്സ്ട്രീമിലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. മനസ്സിലാവും. അത് നിങ്ങൾ ഈ POവിൽ ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇവന് ഇഷ്ടപ്പെടേണ്ടതാണല്ലോ, പിന്നെ എന്താ അവരെന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ചിന്തിക്കുന്നത്. പക്ഷെ അവരെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ കാരണമുണ്ട്. ഇതൊക്കെ എതിരാണ്. മനസ്സിലാവും. ഇതൊന്നും നല്ലതല്ല സത്യം പറഞ്ഞാൽ. മീൻസ് ഹറാം, മനസ്സിലായില്ലേ? ഹറാം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. ഇതെന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ഹറാമാണ്. മനസ്സിലാവും. അപ്പം ഈ ഹറാമെന്ന് ഉണ്ടാക്കുന്ന ഒരു പൈസ പോലും, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സും നമുക്ക് വേണ്ടാന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇപ്പം തൊപ്പിയാണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് യൂട്യൂബിലും സ്ട്രീമിങ്ങിലൊക്കെ ആണെങ്കിലും ഇപ്പം തൊപ്പിയുടെ ഒരു ചെറിയൊരു വീഡിയോ കട്ട് ആയിക്കോട്ടെ, അതിപ്പം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലിട്ടാലും അത് ഭയങ്കര റീച്ചാണ്, ഭയങ്കര വൈറലാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ അധികം വേറെ പ്ലാറ്റ്ഫോംസിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അങ്ങനെ ലൈക്ക് യൂട്യൂബിൽ തൊപ്പി സ്ട്രീം ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലാണ് ആക്റ്റീവ്. ഞാൻ അങ്ങനെ അധികം റീൽസ് ഇടലില്ല ഇപ്പം. പക്ഷെ ഇപ്പം തൊപ്പിന്റെ ലൈവിൽ നിന്നുള്ള ചെറിയ അതെ, ഞാൻ വേറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ പോയി. ഇപ്പം യൂട്യൂബിലായാലും, യൂട്യൂബ് അല്ലാണ്ട് വേറെ യൂട്യൂബിനെ കമ്പീറ്റ് ചെയ്യുന്ന കുറേ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. റൂട്ടർ, ലോക്കോ, കിക്ക്, വേറെ കുറേ ഉണ്ട്, ട്വിച്ച്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മനസ്സിലാവും. അപ്പം നമ്മളിങ്ങനെ ആസ് എ സ്ട്രീമർ ഇങ്ങനെ കോൺട്രാക്ട്സ് കിട്ടും ഓരോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി സ്ട്രീം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് വന്ന് കാണുന്ന വ്യൂവേഴ്സ് കട്ട് ചെയ്തിട്ട് എൻ്റെ കട്ടിങ്സ് എടുത്ത് ഇൻസ്റ്റയിലും ടിക്ടോക്കിൽ ഇതിലൊക്കെ ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ ഇൻസ്റ്റയോ ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് ഞാൻ 1-2 റീൽസ് ഇടാൻ തുടങ്ങിയത്. അതും ഞാൻ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്ത്, ഇങ്ങനെ മാനേജിങ് ടീമിനെ ഹയർ ചെയ്തപ്പം അവരെന്നെ എടുത്ത് ഇടുന്നതാണ്. അല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സ്ട്രീമോ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വ്ളോഗോ സ്ട്രീമോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഈ റീൽസോ ഈ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല പൊതുവെ. അപ്പോൾ അവർ കാണുന്ന വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫാൻ പേജുകൾ അവർ കട്ട് ചെയ്ത് ക്ലിപ്പിങ്സ് ആക്കിയിട്ട് ഇടുന്നതാണ്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം അധികം ക്രിയേറ്റേഴ്സും ഇത് സമ്മതിക്കൂല. അധികം ക്രിയേറ്റേഴ്സും ഈ നമ്മൾ പ്ലാറ്റ്ഫോം സ്ട്രീം ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇടാൻ സമ്മതിക്കൂല, കോപ്പിറൈറ്റ് അടിച്ചു കൊടുക്കും. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സ്ട്രീമിങ് തുടങ്ങുന്ന മുതൽ ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ കട്ടിങ്സ് ആരെടുത്തിട്ടാലും കോപ്പിറൈറ്റ് കൊടുക്കാണ്ട്. അതായത് യൂട്യൂബിലല്ല, ഇൻസ്റ്റയിലോ ടിക്ടോക്കിൽ ഇങ്ങനെയുള്ള റീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എൻ്റെ ലൈവിലുള്ള കട്ടിങ്സ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളത് എടുത്ത് ഇടും. അങ്ങനെ സ്ട്രൈക്ക് പേടിക്കൂല. അങ്ങനെ സ്ട്രീമിങ് തുടങ്ങുന്ന ടൈം തന്നെ ഞാനൊരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 10-50 പേരോ 50 പേരെ ഹയർ ചെയ്തു. അതായത് എൻ്റെ സ്ട്രീമിലുള്ള കട്ടിങ്സ് എടുത്ത് പുറത്ത് പോയി നിങ്ങൾ ഇട്ടോന്ന് പറഞ്ഞിട്ട് കുറച്ച് 10-50 പേരെ ഞാൻ സെറ്റാക്കി. അങ്ങനെ ഫുള്ളൊരു സ്ട്രാറ്റജി വെച്ച് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ഇതിങ്ങനെ ഡെവലപ്പായി ഇപ്പം ഏതൊരു എന്താ പറയുക, അതിനെന്താ പറയുക, ഒരു ഫ്ലോ, ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പോലെ അതിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പോയി സ്ട്രീം ചെയ്താൽ മതി.